മഴയായാലും വെയിലായാലും സഹിച്ചു നിൽക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. യാത്രക്കാർ ഇങ്ങനെ സ്വയം പറഞ്ഞാശ്വസിക്കുന്നു. ഭാഗമായാണ് ജനത്തിരക്കേറിയ സിവിൽ സ്റ്റേഷൻ, എരഞ്ഞിപ്പാലം, നടക്കാവ്, മാനാഞ്ചിറ തുടങ്ങി നഗരത്തിലെ പ്രധാന ബസ് സ്റ്റോപ്പുകൾ പൊളിച്ചു നീക്കിയത്. റോഡ് വീതി കൂട്ടുന്നതുൾപ്പെടെ പ്രവൃത്തിയെല്ലാം പൂർത്തിയായി. ഇനി ചില അനുബന്ധ പ്രവർത്തികൾ മാത്രമാണ് ബാക്കി. അപ്പോഴും വർഷങ്ങളായി പൊളിച്ചിട്ട ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇവിടെ ഇരിക്കാനും കൂടി ഒരു സ്ഥലമില്ല. നിന്ന് കാല് കഴിഞ്ഞ് കുത്തിരിക്കുകയാണ്. എത്രയായി ഇപ്പോൾ ബസ് സ്റ്റോപ്പ് പൊളിച്ചിട്ട്? അവിടെ ആയിരുന്നു ആദ്യം, അത് ആ സ്ഥലത്തായിരുന്നു. അതൊക്കെ പൊളിച്ചത് അപ്പം അതിങ്ങനെ ആക്കി ഇട്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്നവർ ഇങ്ങനെ നിൽക്കനെ കാല് വേദന ഉള്ളവരുണ്ടാവും, എല്ലാവരും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും പരാതി തന്നെയാണ്, ഒരു ബസ് സ്റ്റോപ്പ് എന്തായാലും വേണമെന്നുള്ളതാണ്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇരുഭാഗങ്ങളിലും നിർമ്മിച്ച ഓട തുറന്നിട്ടത് കാരണം നടന്നുപോകാൻ കഴിയാത്ത പ്രശ്നം വേറെ. ജനങ്ങളുടെ ദുരവസ്ഥ കോർപ്പറേഷന് മുന്നിലെത്തുമ്പോഴാകട്ടെ കൃത്യമായൊരു ഉത്തരവുമില്ല. കഴിഞ്ഞ കൗൺസിലിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ശ്രദ്ധ ക്ഷണിക്കലായിട്ട് ഇതുപോലെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിൻ്റെയും അതുപോലെ മറ്റ് ചില ഭാഗങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ അടിയന്തരമായിട്ട് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ശ്രദ്ധ ക്ഷണിക്കൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. ബഹുമാനപ്പെട്ട മേയർ അതിന് തന്നിരിക്കുന്ന മറുപടി PWDയുമായിട്ട് സംസാരിച്ച് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കാമെന്നുള്ളൊരു കാര്യം മാത്രമാണ്. ബസ് കാത്തു നിൽക്കാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. റോഡ് സൈഡിലേക്ക് മാറി നിൽക്കാമെന്ന് കരുതിയാൽ ഇതുപോലെ തുറന്നിട്ട ഓവുചാലുകളും. ഈ പ്രതിസന്ധികളെല്ലാം എന്ന് അവസാനിക്കുമെന്നാണ് യാത്രക്കാരുടെ ചോദ്യം.